കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജേർണലിസ്റ്റ് ആണ് അല്ലേ? അത് മാത്രമല്ല എഡ്യൂക്കേഷൻ നല്ല രീതിയിലുള്ള ഒരാളാണ്. ആ ഒരു റെസ്പെക്ട് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? കിട്ടുന്ന സ്പേസസ് ഉണ്ട് കേട്ടോ, അത് നമ്മളില്ലാന്നൊന്നും പറയുന്നില്ല, ഇഗ്നോർ ചെയ്യുന്നൊന്നുമില്ല. അറ്റ് ദ സെയിം ടൈം ജേർണലിസ്റ്റ് ആയിട്ട് പോയിരുന്നപ്പോഴും എനിക്ക് തന്നിരുന്ന പ്രോഗ്രാംസും എനിക്ക് ഈ ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ എനിക്ക് തന്നിരുന്ന പ്രോഗ്രാംസും എനിക്ക് തന്നിരുന്ന ഇന്റർവ്യൂസ് ഒക്കെ ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യന്മാരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. അതിനായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് ഉള്ള ഗസ്റ്റുകളെ കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കവർ ചെയ്യാനുണ്ടെങ്കിൽ അത് എന്നെ വിടുന്നു. അതെനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ എല്ലാത്ത സ്റ്റോറിയും എനിക്ക് ചെയ്യേണ്ടതുണ്ട്, എല്ലാത്ത ആൾക്കാരെയും എനിക്ക് ഇന്റർവ്യൂ ചെയ്ത് അതിന്റെ കഴിവ് തെളിയിക്കേണ്ട ഒരു അവസരമുണ്ട്. അതൊന്നും ആരും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് റിപ്പോർട്ടിംഗ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഫസ്റ്റ് റിപ്പോർട്ടിങ് ഞാൻ PCR-ലായിരുന്നു, പ്രോഗ്രാം കൺട്രോൾ റൂമിൽ പ്രൊഡക്ഷനിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പ്രൊഡ്യൂസറായിരുന്നു അന്നത്തെ ന്യൂസ് ബുള്ളറ്റിന്റെ തൊട്ട് മുന്നത്തെ. അപ്പം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് അന്നത്തെ ചീഫ് ചോദിച്ചു, ഹേദിക്ക് ചന്ദ്രയാനെ കുറിച്ച് അറിയുമോ എന്തെങ്കിലും എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അവിടെ എല്ലാവരുടെ ഹെൽപ്പോടുകൂടി റെഫർ ചെയ്തു. അടുത്ത ബുള്ളറ്റിനിൽ കയറണം. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു, അല്ലാണ്ട് ഇന്റൻഷനലി ഞാൻ പോയി ചെയ്യണം ഇത് ചെയ്യണം എന്നല്ല. ക്രൈസിസ് വന്നപ്പം ഒരു ലേബർ ക്രൈസിസ്, അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അന്നത്തെ ഷിഫ്റ്റിൽ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആ ഷിഫ്റ്റിൽ കയറേണ്ട ആൾ ഇച്ചിരി ലേറ്റായി വന്നുകൊണ്ട് ഞാൻ കയറി അത് ജോലി ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ കയറി അതിനെ അങ്ങ് ക്രൈസിസ് മാനേജ് ചെയ്തതായിരുന്നു. അപ്പോ അങ്ങനെ അത് ചെയ്തതും ഭയങ്കര അപ്പോഴാണ് കിട്ടിയോ? അത് അന്ന് ചന്ദ്രയാൻ 2 വിക്രം ലാൻഡറും ഓർബിറ്ററും സെപ്പറേറ്റ് ആവുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കിട്ടി. ഇപ്പൊ ശൈലജ മിനിസ്റ്റർ ആണെങ്കിലും ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്ത് അതിനെ അംഗീകാരം കിട്ടിയൊരു കാര്യമായിരുന്നു. അത് ഭയങ്കര സന്തോഷം, ഒരു ജീവിതത്തിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. റിപ്പോർട്ടറായിട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ? പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ട്. ഇങ്ങനെ ആങ്കറിങ്ങും മീഡിയയിലൊക്കെ നിൽക്കണമെന്നുണ്ട്. ഫുൾ ടൈം ആയിട്ട് എനിക്ക് എൻ്റെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പം PhD കഴിഞ്ഞിട്ടൊരു പ്രൊഫസറായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. ഒരു അധ്യാപിക, നല്ലൊരു അധ്യാപിക. എന്താണ് ഒരു ഡ്രീം എന്ന് പറയുന്നത് ഇനി അച്ചീവ് ചെയ്യാനുള്ള? അല്ല, ഇനിയിപ്പോ PhD JRF ഇപ്പൊ കിട്ടിയ സ്ഥിതിക്ക് PhD വിടാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു PhD ചെയ്യണം. എനിക്കിപ്പോ ഒരു PG ചെയ്തോണ്ടിരിക്കല്ലേ, അതൊരു വർഷം കൂടെ ഉള്ളൂ. അപ്പൊ ആ ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഒരു രണ്ട് PG ആയിരിക്കും. ഇപ്പൊ ചെയ്യുന്ന PG ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാമിലാണ്. അപ്പം ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്റ്റില് PG ചെയ്യുകയാണെന്ന് വെച്ചാൽ എനിക്ക് മുന്നുള്ള ജേർണലിസത്തിലാണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിലാണ് PG നെറ്റും JRF ഉള്ളത്. അപ്പം എനിക്ക് താല്പര്യം ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാമിൽ പോയിട്ട് PhD ചെയ്യുകയാണെങ്കിൽ കുറേ സ്പേസിൽ പോയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അതായത് ഇപ്പം ജേർണലിസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജേർണലിസത്തിൽ PhD കഴിഞ്ഞാൽ വെച്ചാൽ ജേർണലിസം പഠിപ്പിക്കുന്ന കോളേജസിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ടൈറ്റിൽ, ഫ്രെയിം ചെയ്യുന്ന ടൈറ്റിൽ വെച്ചിട്ട് നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാംസിൽ എവിടെയും പോയി പഠിപ്പിക്കാം. അപ്പം ജോലി കിട്ടുന്നതും കൂടെ പ്രാക്ടിക്കലി ചിന്തിക്കേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. PhD നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചെയ്യണം. നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പം JRF ഉള്ളതുകൊണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിലും അല്ലെങ്കിൽ IIT NIT പോലുള്ള സ്ഥാപനത്തിലൊക്കെ പോയി ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ പോകുന്നതിലും ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇമോഷണൽ വെൽബീയിങ് ആണ്. സമാധാനമുള്ള സ്ഥലമായിരിക്കണം. അത് എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും സമാധാനം നൽകുന്നില്ലെങ്കിൽ അവിടെ പോകുന്നത് ഭയങ്കര ഫെയിലിയർ ആണ്. പഠിക്കാനാണ് പോകുന്നത്. അതെ, അത് നിർത്തി പോരേണ്ട അവസ്ഥ വരരുത്. അപ്പം എന്റെ മനസ്സിൽ ഇപ്പൊ ഉള്ളത് ഇമോഷണൽ വെൽബീയിങ്ങിന് സെറ്റ് ആയിട്ടുള്ള ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ പോയി സമാധാനത്തിൽ PhD കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു അധ്യാപികയാവുക, അങ്ങനെ നടക്കട്ടെ. അസിസ്റ്റന്റ് പ്രൊഫസർ. എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലൈഫിൽ ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അപ്പോ എഡ്യൂക്കേഷൻ വേണം ലൈഫിൽ അല്ലെ? അതിനെ പറ്റിയിട്ട് മാമിനൊരു കമന്റ്. വിത്തൗട്ട് എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റിയിലുള്ളവരോട് പറഞ്ഞു. എനിക്ക് കമ്മ്യൂണിറ്റിയിലെ എല്ലാ മനുഷ്യന്മാരോടും എനിക്ക് പറയാനുള്ളത്, എഡ്യൂക്കേഷൻ വിത്തൗട്ട് എഡ്യൂക്കേഷൻ വി ആർ ബിഗ് സീറോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിവരവും വിദ്യാഭ്യാസവും തമ്മിലുള്ള ഡിഫറൻസസ് ഓഫ് കോഴ്സ് ഉണ്ട്. ജസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കൊണ്ടോ ഇവിടെ യൂണിവേഴ്സിറ്റി പോയിട്ട് ഇത്ര ഈ ഡിഗ്രി എടുത്തു, ഇവിടെ പോയിട്ട് ഈ കോഴ്സ് എടുത്തു എന്നൊന്നും പറയുന്നിടത്തല്ല. പറഞ്ഞപ്പോ എനിക്ക് ഒരു കോമഡി ആയിട്ടെന്ന് ഓർമ്മ വന്നു. വേണ്ട, അല്ല JRF എന്നൊക്കെ പറഞ്ഞപ്പോ ലൈക്ക് പാറാട്ടങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് ട്രോളാവരുത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അത് കഴിവാണ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം
അല്ല കണ്ടിന്യൂ മാം പറഞ്ഞു കോമഡി ഫണ്ണാവട്ടെ. അതെ അതെ. അല്ല ഞാൻ കുറച്ച് കണ്ടതൊന്നുമല്ല, ആളെ കുറച്ച് കാണിച്ചതൊന്നുമല്ല. ചേർപ്പ് കിട്ടണമെങ്കിൽ ചില്ലറ ബുദ്ധി. പിന്നെ പുള്ളിക്കാരൻ നല്ല ബുദ്ധിജീവിയാണ്, കുറെ ബുക്സ് ഒക്കെ വായിച്ച് ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എല്ലാ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എഗെയിൻ ആ ഒരു വ്യക്തിയോട് കുറച്ചെങ്കിലും റെസ്പെക്ട് തോന്നുന്ന എന്താണ് JRF ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ, പോസ്റ്റ് PhD ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ടുള്ള റെസ്പെക്റ്റാ. എനിവേസ് ഞാൻ പറയുന്നത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു മൂവ്മെന്റിന്റെ ഭാഗമാണ് എഡ്യൂക്കേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിദ്യാഭ്യാസം പൈസ ഉണ്ടാക്കാം, പൈസ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് സ്മാർട്ട് വർക്ക് മതി. ഹാർഡ് വർക്കിനെ പോലെ തന്നെ സ്മാർട്ട് വർക്ക് കുറച്ചുണ്ടായാൽ മതി. പക്ഷെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏത് ഫീൽഡിലാണ് പോയി തിളങ്ങാൻ പറ്റുക, ഏതാണ് നമ്മുടെ എസൻസ്, അത് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊരു ഒരു ഡിഗ്രി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അതിലൊരു അറിവുണ്ടായിരിക്കുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പം മാക്സിമം അറിവ് നേടാൻ ശ്രമിക്കുക. ഈ സക്സസ് ആയിരിക്കണം ലഹരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്തു, ഒരു കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു റിസൾട്ട് കിട്ടി, ഒരു പരീക്ഷ പാസ്സായി, അല്ലെങ്കിൽ ഒരു 4 ആളുടെ മുന്നിൽ നമുക്ക് ഒരു കാര്യത്തെ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റി, അതിലൊക്കെയാണ് സക്സസ്. അതിലാണ് നമ്മൾ ലഹരി കാണേണ്ടത്. ഗേയ്സ് ആയിട്ടുള്ള ആളുകൾ, ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ മാരി ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് ശരിയാണോ? ഗേ ആയിട്ടുള്ള ആൾക്കാര് അവരുടെ സെക്ഷുവാലിറ്റി ഹോമോസെക്ഷുവാലിറ്റി ആണല്ലോ. അവർക്കത് അറിയുന്നുണ്ടെങ്കിൽ അവര് ഒരു പെൺകുട്ടീന്റെ ജീവിതം വെറുതെ ചീറ്റ് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എന്റെ ഒപ്പീനിയൻ. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേരൻസിന്റെ ഫോഴ്സ്ഫുൾ ഉണ്ടല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിരിക്കും. എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ട്, ഗേസ് മാത്രമല്ല ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾക്കാര് പലരും ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളതിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയുന്ന ഒരു പാൻസെക്ഷൽ പേഴ്സൺ ഉണ്ട്. അവളെപ്പോഴും പറയുന്ന കാര്യമാണ്, കാതൽ സിനിമ ഇറങ്ങിയപ്പം കാതൽ സിനിമയില് ജ്യോതികയുടെ ക്യാരക്ടറിനെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന്. കാരണം സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള അവസ്ഥയെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോ കോൾഡ് നോർമൽ ഇതാണ് എന്ന് പറയുന്ന രീതിയിൽ ഫാമിലീനെ അക്സെപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈ ചെയ്യണം. അപ്പൊ അവരോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ്. ആ ഇൻഡിവിജ്വലിനോട് അവര് സെൽഫായിട്ട് ചെയ്യുന്ന ഒരു ഹാം ആയിട്ടുള്ള കാര്യമാണത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ, അപ്പൊ സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, ഫാമിലിയിൽ ഇപ്പം എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു ഗേ ആയിട്ടുള്ള ആൾ വന്നിട്ട് പറയും എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഒരു പുരുഷനോടാണ് എന്ന് പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേരൻസ് ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ പേരൻസിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീനെ ലെസ്ബിയൻ ആയിട്ടുള്ള ഒരാള് പുരുഷനെയും ഗേ ആയിട്ടുള്ള ഒരാൾ സ്ത്രീയെയും കല്യാണം കഴിക്കേണ്ട അവസ്ഥ വരില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് ആരെയും ചീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇമോഷണൽ, അവർക്കും ഉണ്ടല്ലോ ഇമോഷൻ. നമ്മളിങ്ങനെ ക്യൂർ ആയി എന്ന് വെച്ചത് കൊണ്ട് നമ്മുടെ ഇമോഷൻസിന് മാത്രമല്ലല്ലോ പ്രയോറിറ്റി. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും മനുഷ്യരാണ്. അവര് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല നിങ്ങളൊരു ഗേ ആന്നുള്ള കാര്യം അല്ലെങ്കിൽ ലെസ്ബിയനാന്നുള്ള കാര്യം അറിയുന്നുണ്ടാവില്ല. ബൈസെക്ഷൽ ഇറ്റ്സ് ഓക്കെ. അവർക്ക് പാൻസെക്ഷൽ ആണെങ്കിലും ബൈസെക്ഷൽ ആണെങ്കിലും അവർക്ക് അവരുടെ സെക്ഷുവാലിറ്റിയിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു പ്രിവിലേജ് ഉണ്ട്. പക്ഷെ ഗേ ആയിട്ടുള്ള ആള് കൺഫേം ആണ് ഹോമോസെക്ഷൽ ആണ് എന്നുള്ള കാര്യമെങ്കിൽ ഇപ്പം ഹെട്രോസെക്ഷുവാലിറ്റി അവിടെ പോസിബിളേ അല്ല. ബൈസെക്ഷൽ ആവാൻ പോലും ഒരു സ്പേസ് ഇല്ലാത്ത ഇടമാകാം. ഇത്രയും നാളും വളർത്തി വലുതാക്കിയ പാരന്റ്സിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഇത്തരം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എന്നുള്ള ഒരു കമന്റിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? പേരൻസ് കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. പേരൻസിന്റെ സെൽഫിഷ്നെസ് അല്ലേ അപ്പം കുട്ടികൾ പേരൻസ് പറയുന്ന പോലെ അവരുടെ ഐഡന്റിറ്റി, അവരെ സോളിനെ തന്നെ ചീറ്റ് ചെയ്തുകൊണ്ട് ആ ജീവനാന്തം ജീവിക്കുക എന്നുള്ള. പേരൻസിന്റെ കാലം കഴിയുമ്പോഴത്തേനും ഇവർക്ക് ഏജ് ആവും. ഇവർ പിന്നെ എപ്പോൾ ഇവരുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കും? സോ പേരൻസിന് ബോധവൽക്കരണം കൊടുത്താൽ മതി, പേരൻസിന് എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി. മാറട്ടെ, ചേഞ്ച് വരട്ടെ, ഇക്വാലിറ്റി വരട്ടെ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്ന് മാമിന് ആഗ്രഹമുണ്ടോ? ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി തലത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു കോളേജിൽ. അപ്പം തിരക്കേടില്ലാത്തൊരു സാലറിയും ജീവിതമൊക്കെ ഉണ്ടാവുമല്ലോ. പല രീതിയിലുള്ള ഇന്നോവേഷൻസ് നടത്തണം എന്നുണ്ട്. പക്ഷെ ഏജ്ഡ് ആയിട്ടുള്ള ട്രാൻസ് വുമൻസിനൊക്കെ ഒരു ഷെൽട്ടർ ഹോം കൊണ്ടുവന്നാൽ കൊള്ളാന്നുണ്ട്. കാരണം അവരുടെ ഒരു പുനരധിവാസം അത്
അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ആ ഏജ്ഡ് ആവുന്നതിന്റെ മുന്നേ എല്ലാവരും സൂയിസൈഡൊക്കെ ചെയ്ത് മരിച്ചു പോവല്ലേ. അതാണ് സങ്കടം. നമുക്ക് കാലമെത്തി മരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ എണ്ണം കുറവാണ്. ഒരു 50 വയസ്സിന് ശേഷം വയ്യാതെ മരിച്ചുപോയ 50 വയസ്സിന് ശേഷം കേട്ടോ, 50 വയസ്സിന് ശേഷം വയ്യാണ്ട് മരിച്ചുപോയ ട്രാൻസ്ജെൻഡറിനെ എനിക്ക് അറിയില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ 50 വയസ്സും 55 വയസ്സുള്ള ട്രാൻസ് വുമൻസ് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവരുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് മെട്രോ പോലുള്ള കൊച്ചിൻ മെട്രോയിലും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഇൻസ്പിറേഷനുമാണ്. അവരുടെ ഏജിൽ എനിക്കും ജോലി ചെയ്യാൻ പറ്റും, എനിക്കും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഈ യങ് ആയിട്ടുള്ള ട്രാൻസ് വുമൻസ് ഉണ്ടല്ലോ, അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് കുറേ സർജറീസ് ഒക്കെ ചെയ്യും. ഇപ്പം ബേസിക് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സർജറി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ പോലെ വെജൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ മാസെക്ടമി അങ്ങനത്തിലുള്ള സർജറീസ് ആണ്. അതിനപ്പുറത്തേക്ക് ബ്യൂട്ടിഫിക്കേഷൻ സർജറീസ് ലൈക്ക് ഫേസും വോയിസും ഒക്കെ പെയിൻഫുൾ ആയിട്ട് ചെയ്യും. അതൊക്കെ ചെയ്തതിന് ശേഷം അവര് ചിലപ്പോൾ ഒരു ലവ് ഫെയിലിയറിന്റെ പേരിലോ വേറൊരു ഹോപ്പ് ഇല്ലാത്തതിന്റെ പേരിലോ ഒക്കെ സൂയിസൈഡ് ചെയ്യുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനൊരു ബോധവൽക്കരണം കൊടുക്കണം. അതൊന്നുമല്ല ഇമ്പോർട്ടൻറ്റ്, ലവ് ഫെയിലിയർ ഒന്നുമല്ല. അതിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്ത് വരാൻ പറ്റും. കാരണം ഫാമിലിയിൽ നിന്നൊക്കെ സൊസൈറ്റിയോട് സ്വന്തം ഐഡന്റിറ്റി തുറന്നു പറഞ്ഞു വന്ന ആൾക്കാർക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു ഇപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ പോകണമെന്നുണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ എനിക്കറിയില്ല, എൻ്റെ അവിടെ എവിടേക്കോ ഉള്ളൊരു എയിമാണ് ഒരു NGO മെന്റൽ ഹെൽത്ത് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ജെൻഡർ ഒരു ഡിസ്പാരിറ്റീസ് ഇല്ലാണ്ട്, ഒരു ജെൻഡർ ബൈനറി ഇല്ലാണ്ട് എല്ലാ മനുഷ്യന്മാർക്കും മെന്റൽ ഹെൽത്ത് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു NGO സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്.